നേതാവ് വി വി രാജേഷ് ഇപ്പോൾ ജനറൽ ആശുപത്രിക്ക് സമീപത്തുള്ള തിരുവനന്തപുരത്തെ സെൻറ് ജോസഫ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തി നിൽക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ശാലിനി ഉണ്ട്. ശാലിനി, നല്ല തിരക്കുണ്ടോ? കൃഷ്ണരാജ്, ഭേദപ്പെട്ട രീതിയിൽ, അതായത് തിരുവനന്തപുരത്തെ മിക്ക പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് സ്റ്റേഷനുകളിലുമൊക്കെ രാവിലെ ആദ്യ മണിക്കൂറിൽ ചെറിയ തോതിലുള്ള തിരക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു 20-25 പേരൊക്കെ ചില ബൂത്തുകളിൽ ക്യൂ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ മണിക്കൂറിലെ കാര്യങ്ങൾ പോവുകയാണ്. കാരണം നമുക്കറിയാം, കാലാവസ്ഥയൊക്കെ ചൂടാണ്. അപ്പോൾ ആ ചൂടിനും വെയിലൊക്കെ ഉറയ്ക്കുന്നതിന് മുൻപ് തന്നെ പ്രായമായവരൊക്കെ കൂടുതൽ പരമാവധി എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യ മണിക്കൂറിലുള്ള വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും തിരക്ക് പരിശോധിക്കുകയാണെങ്കിലും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിന് സമീപത്തുള്ള സെൻറ് ജോസഫ് സ്കൂളിലെ ബൂത്തിലാണ്. ബൂത്ത് നമ്പർ 3-ൽ അല്പസമയത്തിനകം വി വി രാജേഷ് വോട്ട് രേഖപ്പെടുത്തും. വഞ്ചിയൂർ വാർഡിലെ ബൂത്താണ് ഇത്. ബൂത്ത് നമ്പർ 3-ലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, കൊടുങ്ങാനൂർ വാർഡിലെ നിലവിലെ NDA സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് നിലവിൽ വോട്ടുള്ളത് വഞ്ചിയൂർ വാർഡിലാണ്. വഞ്ചിയൂർ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കായി വോട്ട് രേഖപ്പെടുത്താനായി വി വി രാജേഷ് ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ ശാസ്തമംഗലം വാർഡിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയൊരു VIP വോട്ടറായി തന്നെ സുരേഷ് ഗോപി കാണേണ്ടിയിരിക്കുന്നു. രാവിലെ സുരേഷ് ഗോപി എത്തി ആദ്യ 5 പേരിൽ ഒരാളായി വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവ് ഇന്ദിര രാജശേഖറാണ് അവിടെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തി. ശുഭാപ്തി പ്രതീക്ഷയിലാണ് BJPയും NDAയും ഉള്ളത്. തലസ്ഥാനം പിടിക്കും, തലസ്ഥാനം തിലകക്കുറി അണിയും എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരണം നൽകുകയും ചെയ്തത്. ശേഷം കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരസഭ ഇക്കുറി NDA ഭരിക്കും എന്നുള്ളതാണ് മുൻ മിസോറാം ഗവർണറും മുൻ BJP സംസ്ഥാന അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും രാവിലെ തന്നെ പരമാവധി VIP വോട്ടർമാരെന്ന് നമ്മൾ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വി വി രാജേഷ് വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് സ്റ്റേഷനുള്ളിലേക്ക് കടന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം അദ്ദേഹം പ്രോസസ്സ് പൂർത്തിയാക്കി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. തിരിച്ചറിയൽ രേഖകളടക്കമുള്ള പരിശോധനാ നടപടികൾ നടക്കാൻ പോവുകയാണ്. അതിനുശേഷമാണ് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്, സ്ഥാനാർത്ഥിയാണ്, അതിനപ്പുറം മുൻ BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ്. അപ്പോൾ ഒരുപാട് ചുമതലകൾ, ഒരുപാട് പ്രതീക്ഷകൾ അദ്ദേഹത്തിന് മാധ്യമങ്ങളുമായി ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, സാധ്യതകൾ. എന്തായാലും മികച്ച പോളിംഗ് തന്നെയാണ് രാവിലെയുള്ള മണിക്കൂറിൽ തലസ്ഥാനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വോട്ടെടുപ്പാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് നമ്മൾ പറയുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട്. ഒരുപക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ മാത്രം വിഷയങ്ങളല്ല ചർച്ചയാകുന്നത്. അതിനപ്പുറം ഒരുപക്ഷെ ഒരു അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവസാന ഡേറ്റും തീയതിയൊക്കെ പ്രഖ്യാപിക്കാനൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഒരു അവസാന ലാപ്പ്, അല്ലെങ്കിൽ അവർക്ക് ഇനിയൊരു പോയിന്റ് ഇല്ല. ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം വി വി രാജേഷ് പുറത്തിറക്കി ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മികച്ചൊരു പോളിംഗ് തലസ്ഥാനത്ത് രേഖപ്പെടുത്തും എന്നുള്ളതാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ചൊരു മികച്ച പോളിംഗ് ഇത്തവണ തലസ്ഥാനത്ത് രേഖപ്പെടുത്തും എന്നുള്ളതാണ് BJP പ്രതീക്ഷിക്കും. നമുക്കറിയാം, നിലവിൽ 35 സീറ്റുകളാണ് BJPക്ക് ഉള്ളത്. ആ 35 എന്നുള്ളത് ഇക്കുറി ഭരണം പിടിക്കാനുള്ള സീറ്റുകളായിരിക്കും തലസ്ഥാന നഗരത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് BJPയുടെ കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. വികസിത അനന്തപുരി, വികസിത കേരളം എന്നുള്ളൊരു സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് BJP നേരിടുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷകളാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷനും കൊടുങ്ങാനൂരിലെ വാർഡ് സ്ഥാനാർത്ഥി, NDA വാർഡ് സ്ഥാനാർത്ഥി കൂടിയായ വി വി രാജേഷ് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ചിത്രങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ദൃശ്യങ്ങൾ നൽകുകയാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കും. വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തത്. ആദ്യ വോട്ട് രേഖപ്പെടുത്തി എത്രത്തോളമാണ് ഒരു വോട്ടർ എന്ന നിലയിൽ, ഒപ്പം തന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മണിക്കൂറിലെ പ്രതീക്ഷ? വളരെ വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത്. പോളിംഗ് ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള സമയത്തുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരത്തിലേക്കുള്ള യാത്ര തിരുവനന്തപുരത്തെ ജനങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു.
BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾക്ക്, മുന്നോട്ട് വെച്ച പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന സമീപനമാണ് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 40-45 വർഷത്തെ CPMൻ്റെ നേതൃത്വത്തിലുള്ള അഴിമതി ഭരണത്തെ തൂർത്തെറിയുവാനുള്ള ആവേശത്തിലാണ് ജനങ്ങൾ. തീർച്ചയായിട്ടും വളരെ മികച്ച പ്രതികരണമുണ്ടാകും. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം സീറ്റുകൾ ലഭിക്കും. LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൻ്റെ പകുതി സീറ്റായി LDFൻ്റെ സീറ്റുകൾ കുറയും. കോൺഗ്രസിൻ്റെ സാന്നിധ്യം തന്നെ പല സ്ഥലങ്ങളിലും കാണാനില്ല. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ BJPക്ക് അനുകൂലമായി വരും. കോൺഗ്രസ് അനുഭാവികളെ, UDF അനുഭാവികൾ ഉൾപ്പെടെയുള്ളവർ ഭരണമാറ്റത്തിന് വേണ്ടി BJPക്ക് അനുകൂലമായി, NDAക്ക് അനുകൂലമായി വിധി എഴുതും. വളരെ വലിയ മുന്നേറ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ പ്രതീക്ഷയിലാണ് NDA ഉള്ളത്. ഒപ്പം തന്നെ മികച്ച ഒരു വോട്ടിംഗ് ശതമാനം, ഒപ്പം തന്നെ മികച്ച നേട്ടം NDAക്ക് തലസ്ഥാനത്ത് പിടിക്കാനാകുമെന്നുള്ളതാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരുന്നത്. ആ 10 സീറ്റുകൾ എണ്ണം കുറയാനുള്ള സാധ്യതകളാണ് ഇക്കുറി ഉള്ളതെന്നുള്ളതാണ് BJPയുടെ തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷൻ പങ്കുവയ്ക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാവിലെയാണ് വോട്ടിംഗ് ആരംഭിച്ച് ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ സീനിയർ സിറ്റിസൺസ് എന്ന് പറയപ്പെടുന്ന മുതിർന്ന ആളുകളാണ് വോട്ട് രേഖപ്പെടുത്താൻ കൂടുതലുമായി എത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥയൊക്കെ ചൂടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറിൽ വെയിലുറയ്ക്കുന്നതിന് മുൻപ് പരമാവധി വോട്ട് രേഖപ്പെടുത്തി പോകാനാണ് ഈ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. എന്തായാലും പോളിംഗ് തുടരുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ മികച്ചൊരു പിന്തുണ NDAക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് NDAയുടെ നേതാക്കന്മാർ, ഒപ്പം തന്നെ പ്രവർത്തകരൊക്കെ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. എന്തായാലും രാവിലെയോടുകൂടി ഈ ഒരു ഗതി മാറി. ഇപ്പോൾ അവധിയൊക്കെയാണ് എങ്കിൽ പോലും ഈ മണിക്കൂറിൽ ഒരു 20-25-30 പേരൊക്കെ വരിയിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ എത്രത്തോളമായിരിക്കും ആളുകളുടെ ഒരു പ്രതീക്ഷ, പിന്തുണ, ഒപ്പം തന്നെ അവരുടെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്നൊക്കെയുള്ളത് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നഗരസഭ പിടിക്കാൻ അരയും തലയും മുറുക്കി കഴിഞ്ഞ 30 ദിവസങ്ങൾ നടത്തിയ പ്രചരണം, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് CPMൻ്റെ സ്ഥാനാർത്ഥി IP ബിനു ഇവിടെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്താൻ തന്നെയാണ്. എന്തായാലും അദ്ദേഹം വരി നിന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. തിരുവനന്തപുരത്തെ കുന്നുകുഴി വാർഡിലെ CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് IP ബിനു. തൊട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തായാലും തെരഞ്ഞെടുപ്പിൽ പോളിംഗ് തുടരുകയാണ്. ഈ മണിക്കൂറിലും വലിയ രീതിയിലുള്ള പ്രതീക്ഷ മുന്നണികൾ പങ്കുവയ്ക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ അല്പസമയം മുമ്പ് ചില പോളിംഗ് സ്റ്റേഷനിലെ വോട്ടിംഗ് മെഷീൻ, അത് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ അവിടെ പോളിംഗ് സാമഗ്രികൾ തകരാറിലായി എന്നുള്ളൊരു വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അവിടെ ഏകദേശം 1 മണിക്കൂറോളമായി വോട്ടിംഗ് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ റൂറൽ മേഖലയിൽ നിന്നുകൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. പോളിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട്. പോളിംഗ് മെഷീൻ മാറ്റാനുള്ള നടപടികൾ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പല വോട്ടർമാരും അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങിപ്പോയൊരു സാഹചര്യം കൂടി തിരുവനന്തപുരത്ത് നിലവിൽ നിൽക്കുകയാണ്. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ പേരേക്കോണം വാർഡിലെ പോളിംഗ് സ്റ്റേഷനിലാണ് പോളിംഗ് മെഷീൻ തകരാറിലായിട്ടുള്ളത്. SNDP ഓഡിറ്റോറിയം യോഗ ഹാളിലെ ബൂത്ത് നമ്പർ 1 പോളിംഗ് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രവർത്തകർ, ഒപ്പം തന്നെ വിവിധ മുന്നണി നേതാക്കന്മാരൊക്കെ അവിടെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാണ്. കാരണം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന പല വോട്ടർമാരും ഈ ആദ്യ മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാമെന്നുള്ള പ്രതീക്ഷ പങ്കുവെച്ച് വന്ന പലരും വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങുന്നുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, മുന്നണികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രശ്നം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുകൂടി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. തത്സമയം നമ്മൾ അറിയിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ആ പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് തുടരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണി വരെയാണ്. ഈ മണിക്കൂറിലും തലസ്ഥാനമടക്കം ഈ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലടക്കം പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്. കൃഷ്ണരാജ്.